മഞ്ജു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തെറ്റ് ഗിരിയേട്ടൻ ചെയ്തു. സംഭവം നടന്നത് മഞ്ജു അന്ന് മഹിമയെ ശുശ്രൂഷിക്കാൻ ജയിലിലേക്ക് പോയ അന്ന് രാത്രിയാ. ഇവള് എന്തിനെ കുറിച്ച് ഗിരിയേട്ട പറയുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ ദേഷ്യപ്പെടില്ല. മഞ്ജു പറഞ്ഞത് കേട്ടില്ലേ ഗിരിയേട്ടൻ? അവള് ദേഷ്യപ്പെടില്ല എന്ന്. സത്യം പറ ഗിരിയേട്ട. ഗിരിയേട്ടന് പറയാൻ ബുദ്ധിമുട്ട് കാണും മഞ്ജു. ഞാൻ തന്നെ പറയാം. മഞ്ജു ഇവിടെ ഇല്ലാത്ത സമയം നോക്കി ഗിരിയേട്ടൻ പാതിരാത്രിയില് ആരും കാണാതെ മൂക്കറ്റം കുടിച്ചിട്ടാ വീട്ടിലേക്ക് വന്നത്. എന്നിട്ടൊന്നുമില്ല. ഗിരിയേട്ടൻ കുടിക്കില്ലാന്ന് മഞ്ജുന് സത്യം ചെയ്തു തന്നല്ലേ, അത് തെറ്റിച്ചില്ലേ? ആ, അത്രേ ഉള്ളോ? ഞാൻ കാണാതെ ഒളിച്ചും പാത്തും ഒക്കെ ഗിരിയേട്ടൻ മദ്യപിക്കുന്നുള്ളത് എനിക്കറിയാം. ഗിരിയേട്ടനെ വെറുതെ കുറ്റബോധം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാൻ അതൊക്കെ കണ്ടില്ല എന്നങ്ങ് നടിക്കും. ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് പറയേണ്ട വിഷയമൊന്നുമല്ല. ഇത് പറഞ്ഞ് ഞങ്ങൾ വഴക്കൂടുമെന്ന് നീ കരുതണ്ട. ശരി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങളുടെ ബന്ധം ഇത്രയും ദൃഢമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് ഗിരിയേട്ടന്റെ ഭാഗ്യമാ. മഞ്ജുനെ ഗിരിയേട്ടൻ ഒരിക്കലും ചതിക്കരുത്. അങ്ങനെ ചെയ്താ ദൈവം പോലും ഗിരിയേട്ടനോട് ക്ഷമിക്കില്ല. ഇവളെന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? അറിയില്ല. അല്ല, ഗിരിയേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്കൊരു ടെൻഷനും ഇല്ല. അല്ല, നിനക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമില്ലേ? എന്നാ വേഗം ഇറങ്ങിക്കോ. ഐശ്വര്യ മാഡം ഇന്നലത്തെ വിഷയം കാരണം നല്ല ചൂടിലായിരിക്കും. വൈകി എത്തി അവർക്ക് ദേഷ്യപ്പെടാൻ ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കണ്ട. ശരി. എന്താ നിന്റെ ഉദ്ദേശം? എന്നെ ഭീഷണിപ്പെടുത്താന്ന് നീ കരുതണ്ട. ഗിരിയേട്ടൻ പേടിച്ചു പോയോ? എനിക്ക് ഗിരിയേട്ടനെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശവും ഇല്ല. ഞാൻ ചുമ്മാ ഗിരിയേട്ടനൊന്ന് പറ്റിച്ചതല്ലേ. ഗിരിയേട്ടൻ ശരിക്കും പേടിച്ചു. ഗിരിയേട്ടൻ കുടിച്ചു വീട്ടിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ ഗിരിയേട്ടന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ഇത് തമാശയല്ല പ്രീതി, എന്റെ ജീവിതമാ. ഗിരിയേട്ടൻ എന്തിനത്ര സീരിയസ് ആവുന്നേ? ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ, അല്ലാതെ ഗിരിയേട്ടന്റെ കുടുംബം തകർക്കാൻ ഞാൻ ശ്രമിക്കുവോ? അങ്ങനൊരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് എപ്പോഴേ ആകാമായിരുന്നു. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിനക്ക് എന്താ വേണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഗിരിയേട്ടന്റെ കൂടെ കുറച്ച് നല്ല നിമിഷങ്ങൾ ചെലവഴിക്കണം. ആ ഓർമ്മകളിൽ വേണം എനിക്ക് കാനഡയിലേക്ക് പോവാൻ. ഓണത്തിന് ഞാൻ അതിനുവേണ്ടിയാ ശ്രമിച്ചതെങ്കിലും എല്ലാം കുളമായി. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? ഗിരിയേട്ടൻ പറഞ്ഞതുപോലെ കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ളതല്ലേ. ഒരു ദിവസം മുഴുവൻ എടുക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് വേണ്ടതെല്ലാം നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ബീച്ച് വരെ ഒന്ന് പോയിട്ട് വന്നാൽ മാത്രം മതി. പിന്നെ ഞാൻ ഗിരിയേട്ടനെ ഒരു കാര്യവും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല. എന്താ ഗിരിയേട്ട ഇത്ര ആലോചിക്കാനുള്ളത്? ഞാൻ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവോന്നല്ലല്ലോ ചോദിച്ചത്. ഒരു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. അത്ര സമയം പോലെ എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഗിരിയേട്ടന് കഴിയില്ലേ? ഞാൻ ഗിരിയേട്ടന് അത്രയ്ക്ക് വേണ്ടാത്തവളാണോ? ഞാൻ നിന്റെ കൂടെ വരാം. അത് നിന്റെ അഭിനയം കണ്ടിട്ടൊന്നുമല്ല. അവസാനമായിട്ടാ നീ പറയുന്നത് ഞാൻ കേൾക്കുന്നത്.
ഇനി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്ന എന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. വേറെ ഒന്നും എനിക്ക് വേണ്ട ഗിരിയേട്ട. ഒരു ദിവസം എനിക്ക് വേണ്ടി മാത്രം ഗിരിയേട്ട മാറ്റിവെച്ചാ മതി. മഞ്ജുവിന് ഗിരിയേട്ടനെ ഭയങ്കര വിശ്വാസമല്ലേ? ആ വിശ്വാസം ഞാൻ തകർക്കും. അതിന് ഈ ഒരു ദിവസം മാത്രം മതി. ആ എന്താ പ്രീതി, ഇനിയും ഗിരിയേട്ടനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ തമ്മിൽ ഒരു വഴക്ക് നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് കാനഡയിലേക്ക് പോകാനുള്ള പരിപാടികൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക്. ഇവിടെ നിനക്കൊരു ഭാവിയുമില്ല. എന്റെ ഭാവി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ മഞ്ജു. എന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള കരുനീക്കങ്ങളെല്ലാം ഞാൻ കൃത്യമായി നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ നിന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിക്കാണും. കാരണം നീ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഗിരിയേട്ടന്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചെടുക്കാൻ നടന്ന നിനക്ക് ഈ വീട്ടിലെ സ്ഥാനമാണ് നഷ്ടാവാൻ പോകുന്നത്. ഈ നാട് വിട്ടുപോയി കഴിഞ്ഞാ നിന്റെ ബന്ധുക്കളോ ഞങ്ങളോ നിന്നെ ഓർക്കുക പോലുമില്ല. ഇനിയുള്ള കാലം പുറം രാജ്യത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്ക് അടിമപ്പണി ചെയ്യാനാ നിന്റെ വിധി. എന്താ ഒരു ടേസ്റ്റ്! ഞാൻ പുറത്തേക്ക് പോവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് നീ ഉണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും. ചുമ്മാ പറഞ്ഞതാ. ഞാൻ മിസ് ചെയ്യാ ഗിരിയേട്ടനെ തന്നെയാവും. പക്ഷെ അങ്ങനൊരു ഗതികേട് എനിക്ക് വരുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. സത്യം നിന്റെ കൺമുമ്പിൽ ഉണ്ടെങ്കിലും അത് തിരിച്ചറിയാനുള്ള ബോധമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നീ വിശ്വസിക്കുന്നത് തന്നെയാണ് ശരിയെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ മഞ്ജു? ചിലപ്പോ ഞാൻ വിശ്വസിക്കുന്നതാണ് ശരിയെങ്കിലോ? ഗിരിയേട്ടൻ നിന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലെങ്കിലും നിനക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഇല്ലെന്ന് സമ്മതിക്കാമോ? സമ്മതിക്കാം. ഇപ്പൊ തന്നെ ഗിരിയേട്ടനോട് പറഞ്ഞ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിപ്പിക്ക്. എന്താ പറയുന്നില്ലേ? ചുമ്മാ വെല്ലുവിളിക്കാൻ ആർക്കും പറ്റും. ചെയ്ത് കാണിക്കണം. ഞാൻ ചെയ്ത് കാണിക്കാം. നിന്നെ അടുത്ത ആഴ്ച ഫ്ലൈറ്റിൽ കയറ്റി വിടുമ്പോ ഈ വീട്ടിലുള്ളവരെല്ലാം ആഘോഷിക്കുന്നത് വീഡിയോ എടുത്ത് ഞാൻ നിനക്ക് അയച്ചു തരാം. കാനഡയിൽ ഒറ്റയ്ക്കിരുന്ന് നീ അത് കണ്ട് ആസ്വദിച്ചോ. അടുത്ത ആഴ്ച ആവാൻ ഇനിയും സമയമുണ്ട് മഞ്ജു. ഞാൻ നാളെ തന്നെ കാണിച്ചു തരട്ടെ.